Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. കൂടാതെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് ഒരു 200 പോയിൻ്റിൻ്റെ ഒരു ഡൗൺ മൂവ്മെൻ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. നമുക്ക് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലല്ല അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ച് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത്. ഏകദേശം ആ റേഞ്ചിൻ്റെ അടുത്ത് തന്നെ നിഫ്റ്റി അവിടെ നിന്നൊരു റിവേഴ്സൽ പോലെ തോന്നുന്നുണ്ട്. ഇന്നത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലോട്ട് മേലോട്ട് 24,300 റേഞ്ച് നല്ലൊരു സെല്ലിങ് വന്ന് ക്ലോസ് ചെയ്ത് 24,173 എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ മിക്കവാറും നിഫ്റ്റി ഒരു ചെറിയൊരു പുൾ ബാക്ക് ചിലപ്പോൾ തരും. ഈ റേഞ്ചിന് ഇപ്പോൾ താഴത്തോട്ട് വന്ന് ഇവിടുന്ന് റിവേഴ്സലാവുകയാണെങ്കിൽ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പും ഇന്നൊരു 119 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് അത്രയ്ക്ക് വലിയ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്മോൾ ക്യാപ്പിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഈ ട്രെൻഡ് ലൈൻ സസ്റ്റെയിൻ ചെയ്തിട്ട് മേലോട്ട് പോയാലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എക്സാക്റ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ അതേ റേഞ്ചിൽ നിന്ന് മേലോട്ട് പോയി ക്ലോസ് ചെയ്തതിന് താഴെയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് താഴ്ത്തിട്ട് ഈ റേഞ്ചിൽ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഈ റേഞ്ച് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകാനും നമുക്ക് സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കണ്ടിട്ട് മാർക്കറ്റ് ചെറിയ വീക്ക്നെസ് കാണുന്നുണ്ടെങ്കിലും ഒരു ബൈയിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലെ ആണെങ്കിലും FISും DISും സെല്ലിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഡാറ്റ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ലിമിറ്റഡ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. 1331 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. ഓക്കെ, വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഉണ്ടോ, കറക്റ്റായിട്ട് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടോ, നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇന്ന് ഈ റേഞ്ചിൻ്റെ മുകളിലോട്ട് പോയെങ്കിലും ഏകദേശം ആ റേഞ്ചിൻ്റെ മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ച് എടുക്കുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ടാണ്, ഈ റേഞ്ച് എടുക്കുകയാണെങ്കിലും ആ റേഞ്ചിൻ്റെ മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു വോളിയം കാണുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റീസെൻ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു ബൈയിങ് വോളിയം ഈ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഇന്നത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്കിതിൻ്റെ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വരുന്നത്. ഏകദേശം 10% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് മിനിമം ഫസ്റ്റ് ടാർഗറ്റായിട്ടൊരു 1560 നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഒരു ഞാൻ സ്റ്റോപ്പ് ലോസ് റെഡ് മാറ്റിയാൽ 1223 സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു മിഡ് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. ഷോർട്ട് ടൈമിലേക്കല്ല, ഒരു മിഡ് ടൈം എന്നുള്ള രീതിയിൽ. മിഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 6 മന്ത് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോൾഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 15% റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 3 ആഴ്ച ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും വളരെ നല്ല സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ വീക്ക്ലി ചാർട്ടിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ല. നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3-4 ഈ ഒരു ആഴ്ച 1, 2, 3, 4 ഈ 4 ആഴ്ചയും ഈ സ്റ്റോക്ക് ഈ റേഞ്ചിൻ്റെ താഴത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ആ റേഞ്ചിൽ നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു വീക്ക് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രം എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാൻ ചെയ്താൽ മതി. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെ പറയും, ഒന്ന് ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരിക്കലും എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.
അതുപോലെ എൻട്രി എടുക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഞാനതിൽ ഇതിനെക്കുറിച്ചുള്ള പറഞ്ഞ് തരുന്നതാണ്. കാരണം നമ്മൾ പേപ്പർ ട്രേഡാണ് കൂടുതലായിട്ടും ചെയ്യാൻ പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് റിയൽ ട്രേഡ് ഇങ്ങനെ റിയൽ ക്യാഷ് വെച്ചിട്ടൊന്നും നമുക്കങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മൾ സെബി രജിസ്റ്റർ അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിച്ച് നല്ല സക്സസ് ആയതിനു ശേഷം മാത്രം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക്